റോഷിപാൽ, ഇത്രകാലം കാത്തിരുന്നു ആ റിപ്പോർട്ട് വെളിച്ചം കാണാൻ. ഒന്നാം പിണറായി സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയെക്കുറിച്ച്, ആ കമ്മിറ്റിയുടെ ശുപാർശകളെക്കുറിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ അമരക്കാരനായ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് നമ്മൾ കേട്ടത്. ഏറെ പ്രതീക്ഷയോടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഉറ്റുനോക്കി ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു റോഷിപാൽ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ. അദ്ദേഹം നൽകുന്ന മറുപടിയെക്കുറിച്ചാണ് ആർ ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചത്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. കേസെടുക്കുമോ, കേസെടുക്കാൻ തയ്യാറാകുമോ, ഈ ഉന്നതർ മറയിലിരുന്നാൽ മതിയോ, അവർ മറയ്ക്ക് പുറത്തേക്ക് വരണ്ടേ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയില്ലേ റോഷിപാൽ? സുജയ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ മൊഴി നൽകിയ സിനിമാ നടിമാർ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിലെ വനിതാ പ്രവർത്തകർ ആരെങ്കിലും പരാതി പോലീസിന് നൽകുകയാണെങ്കിൽ, മുഖ്യമന്ത്രിക്ക് നൽകുകയാണെങ്കിൽ ആ കാര്യത്തിൽ നടപടിയെടുക്കാം, ഉചിതമായ നടപടി ഉണ്ടാകും എന്ന ഉറപ്പ് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കൃത്യമായി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിന് സമർപ്പിച്ച രേഖകൾ, തെളിവുകൾ, മൊഴികൾ ഇതുൾപ്പെടെ പരിശോധിച്ച് നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ ഏക ഉത്തരം ഇത് മാത്രമാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൃത്യമായി ഈ മൊഴികൾ ഈ കമ്മിറ്റിക്ക് മുന്നിൽ ഓരോ നടിമാരും അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തകരായ വനിതാ പ്രവർത്തകരൊക്കെ നൽകിയത് ഹേമ കമ്മിറ്റി നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് സുരക്ഷിതമായി പുറത്തു വരില്ല എന്ന ഉറപ്പ് ഈ മൊഴി നൽകിയവർക്ക് ഹേമ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നടപടി ഉണ്ടാകില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ച് ഇങ്ങനെ ഒരു പഠനം നടത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, ഇനി ഇത്തരം പ്രശ്നങ്ങൾ, ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ, കുറ്റകൃത്യങ്ങൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം സിനിമാ മേഖലയിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കാൻ, അല്ലെങ്കിൽ നയരൂപീകരണത്തിനുള്ള ഒരു വേദി, അല്ലെങ്കിൽ നയരൂപീകരണത്തിന് വിവരങ്ങൾ ശേഖരിക്കൽ മാത്രമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലമായി സിനിമാ മേഖലയിൽ നടക്കാൻ പാടില്ലാത്ത പ്രവണതകൾ, കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യങ്ങളിൽ എന്തായാലും നിയമ നടപടി ഒരിക്കലും ഉണ്ടാകില്ല. വിഗ്രഹങ്ങളെ തൊടാൻ, ഈ പവർ ഗ്രൂപ്പിനെ തൊടാൻ, ആ പവർ ഗ്രൂപ്പിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുമുണ്ട് എന്നാണല്ലോ സംവിധായകൻ വിനയൻ പറഞ്ഞത്. പവർ ഗ്രൂപ്പിനെ തൊടാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല, അതല്ലേ ഇതിന്റെ രത്ന ചുരുക്കം? തീർച്ചയായും സിനിമാ മേഖലയിലെ ബിംബങ്ങളെ പിണക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള താരങ്ങളെ പിണക്കാൻ സർക്കാർ സന്നദ്ധമല്ല എന്നാണ് തീർത്തു പറയുന്നത്. കാരണം സ്വമേധയായുള്ള നടപടി അവിടെ ഈ മൊഴി നൽകിയവരെ സംരക്ഷിക്കുന്നു എന്ന രീതിയിൽ, അവരുടെ ഐഡൻറ്റിറ്റി സംരക്ഷിക്കുന്നു എന്ന രീതിയിൽ അത് മറപിടിച്ചാണ് ഈ ക്രിമിനലുകളെ, സിനിമാ മേഖലയിലെ ഒരു സംഘം ക്രിമിനലുകൾക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് വിലയിരുത്തേണ്ടി വരും. അവർ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണമാകുന്നത് ഇതിൽ മൊഴി നൽകിയവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഈ ക്രിമിനലുകൾക്ക് അവസരം ലഭിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായും നിയമത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരം ഒരുങ്ങുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതാണ്, നിലവിലെ നിയമ സംവിധാനം അനുസരിച്ച് നമുക്കറിയാം, പരാതിക്കാർ അല്ലെങ്കിൽ മൊഴി നൽകിയ വനിതകൾ അവരുടെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല, പുറത്തു വിടാൻ പാടില്ല. അതൊക്കെ കൃത്യമായ നിയമമുണ്ട്, ഇതൊക്കെ അറിയുന്നവരാണ് എല്ലാവരും. പക്ഷേ എങ്കിൽ പോലും ഐഡൻറ്റിറ്റി, ഈ മൊഴി നൽകിയവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തും എന്ന ഒരൊറ്റ കാരണത്താൽ ഈ വിഷയത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കേണ്ടതില്ല, സ്വമേധയാ നിയമ നടപടി സ്വീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എത്തിച്ചേരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ആ തരത്തിൽ WCC ആണ് 2017 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇത്തരം ഒരു ആവശ്യവുമായി സംസ്ഥാന സർക്കാരിനെ, ഒന്നാം പിണറായി സർക്കാരിനെ സമീപിച്ചത്. ഇനി WCC ആഗ്രഹിച്ചതുപോലെ ഒരു നിയമ നടപടി ഉണ്ടാകില്ല. ഇത്രയും കാലം ക്രൂരമായി ഈ സിനിമാ പ്രവർത്തകരെ വേട്ടയാടിയവർ, നിയമവിരുദ്ധമായി ചൂഷണം ചെയ്തവർ, അവർ അതേപോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കും. അവർക്ക് ഒരു പ്രശ്നവുമില്ല. അതൊക്കെ ക്ഷമിച്ചും പുറത്തും മുന്നോട്ട് പോകാനുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകുന്നത്. സുജയ, ഇതിപ്പോൾ സ്കൂളിലൊക്കെ പറയുന്നത് പോലെ ആയിപ്പോയല്ലോ റോഷിപാൽ. മേലാൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അങ്ങനെ വിലക്കിയാൽ തീരുന്ന പ്രശ്നമാണോ? കാലാകാലങ്ങളായി നിലനിന്നിരുന്നത് എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളറായാലും സിനിമാ ലോകത്തെ ചില പുഴുക്കുത്തുകൾ അവിടെ അതേപടി നിലനിൽക്കുന്നു. ഇന്ന് ചിലരൊക്കെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നല്ലോ ഇവരെ ഒന്നും തൊടാൻ സാധിക്കില്ല എന്ന്. അത് അങ്ങനെ തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ്. ഇനിയിപ്പോൾ ഇരയ്ക്കൊപ്പമാണ്. ഇര വന്ന് പരാതി തരട്ടെ എന്ന് പറയുമ്പോൾ ഈ ഇരയാക്കപ്പെട്ടവർ കൊടുത്ത മൊഴി സർക്കാർ വായിച്ചില്ല എന്ന് തോന്നുന്നു. അവർ ആ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പരാതി നൽകിയാൽ ജീവാപായം
ഉണ്ടാകും, ജീവൻ നഷ്ടപ്പെടും, എൻ്റെ മാത്രമല്ല കുടുംബത്തിൻ്റെയും ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് പോലീസിനെ സമീപിക്കാത്തതെന്ന്. അങ്ങനെ ഭയം ഭരിക്കുന്ന പാവം പെണ്ണുങ്ങൾ അവർ വന്ന് കമ്മീഷന് മുന്നിൽ, കമ്മിറ്റിക്ക് മുന്നിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടും അവർക്ക് കിട്ടുന്ന മറുപടി ഭാവിയിൽ ഇതൊന്നും ആവർത്തിക്കില്ല. ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള ഒരു മുന്നറിയിപ്പും താക്കീതും കൊടുത്തങ്ങ് വിടാനാണോ 1,06,00,000 ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് തന്നെ റോഷിപാൽ? സുജയ, ഇതിൽ 1,06,00,000 രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ചതിന് അപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്ത് ഇത്രയും വലിയ ഒരു തൊഴിൽ മേഖലയിൽ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ടായിരുന്നത്. അത് പുറത്തുവിടാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടന്നു എന്ന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ പല മൊഴികളിലും അവർ ഒപ്പുവെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇമെയിൽ വിലാസത്തിൽ നിന്നും അവർ എഴുതി അയച്ച മൊഴികളാണ്. അതും ഒപ്പുവെച്ചതിന് സമമാണ്. അങ്ങനെയുള്ള മൊഴികൾ, അത് പരാതിക്ക് സമമായ മൊഴികൾ സാംസ്കാരിക വകുപ്പിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിൻ്റെ കസ്റ്റോഡിയൻ സാംസ്കാരിക വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. അവിടെ തെളിവുകളും കൈമാറിയിട്ടുണ്ട്. മൊഴി നൽകിയവർ ചില തെളിവുകളും കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തെളിവുകളും മൊഴികളും പരിശോധിച്ചുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട്. ആ അവസരമാണ് സർക്കാർ നഷ്ടപ്പെടുന്നത്. ഇനിയും പരാതി നൽകണം. ഇവർ ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ, ആ 3 അംഗ സമിതിക്ക് മുമ്പാകെ ഈ വന്ന സിനിമാ പ്രവർത്തകരൊക്കെ മൊഴി നൽകി, അവർ ഒപ്പുവെച്ച് നൽകി. അല്ലാത്തവർ മെയിൽ വഴി എല്ലാം ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയിരുന്നു റോഷിപാൽ.